ഓക്കെ, അടുത്തൊരു ഡിഡക്ഷൻ നോക്കാം. അമോർട്ടൈസേഷൻ ഓഫ് സ്പെക്ട്രം ഫീസ് ഫോർ പർച്ചേസ് ഓഫ് സ്പെക്ട്രം, സെക്ഷൻ 35A(b)(a) അല്ലേ. അപ്പോൾ നോക്കാം ഇവിടെ എന്താണ് ഈ സ്പെക്ട്രം ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ മൊബൈൽ നെറ്റ്വർക്ക് അല്ലേ, മൊബൈൽ നെറ്റ്വർക്ക് കമ്പനീസ് ആയിട്ടുള്ള ഈ ജിയോ, എയർടെൽ ഒക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു, ഈ കോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണ്, കോൾ ചെയ്യാനുള്ള സർവീസ്, ഇൻ്റർനെറ്റ് സർവീസ് അല്ലേ. അപ്പോൾ ഇത് നൽകാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റ് അവർ വാങ്ങണം അല്ലേ. അപ്പോൾ അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യും, വലിയൊരു എമൗണ്ട് ഫീ ആയിട്ട് അതിന് അവരോട് ചോദിക്കും അല്ലേ. അതായത് ഈ സ്പെക്ട്രം നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് അവർ വലിയൊരു എമൗണ്ട് ഫീസ് കൊടുക്കണം. അപ്പോൾ ഈ ഫീസ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. അപ്പോൾ ഇതിനെന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ആ ഡിഡക്ഷൻ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 35A(b)(a). ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇതിന് ഡിഡക്ഷൻ കിട്ടുക. ഇപ്പോൾ ഗവൺമെൻറ് പറയാണ്, ഇപ്പോൾ ഒരു വർഷത്തിൽ മൊത്തം ഡിഡക്ഷനും എടുക്കേണ്ട, അപ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ എന്താ പറയുക, ഈ മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്ന മൊബൈൽ നെറ്റ്വർക്ക് കമ്പനീസ് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ആ ഒരു വർഷം ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ആ മൊത്തം എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് എടുക്കണ്ട അല്ലേ. എന്ത് ചെയ്യുക, എത്ര വർഷത്തേക്ക് ലൈസൻസ് ആയിട്ടാണ് കൊടുക്കുക. ഈ സ്പെക്ട്രം യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കും. അപ്പം അതിനൊരു എമൗണ്ട് ആര് കൊടുക്കണം, ഈ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനീസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ലൈസൻസ് ഉപയോഗിക്കുന്ന വർഷങ്ങളിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഡിഡക്ഷൻസ് എടുക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 കോടിയാണ് ഈ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനി സ്പെക്ട്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഫീസ് എങ്കിൽ, ഇപ്പോൾ ലൈസൻസ് അതായത് 10 വർഷത്തേക്ക് 10 കോടിയാണ് കൊടുക്കുന്നത് എങ്കിൽ, നമുക്ക് ഓരോ വർഷവും നമുക്ക് മാക്സിമം ഡിഡക്റ്റ് ചെയ്യാവുന്ന ഡിഡക്ഷൻ എത്രയാണ് കിട്ടുക, ഈ 10 crore നമ്മൾ എന്ത് ചെയ്യാണ്, 10 വർഷത്തേക്കാണല്ലോ ഈ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. ആ 10 വർഷത്തേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു വർഷം 1 crore അല്ലേ. അപ്പോൾ ഒരു വർഷം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് എത്രയാണ്, 1 crore ആണ്. നെക്സ്റ്റ് ഇയർ 1 crore, അങ്ങനെ 10 ഇയർ വരെ നമുക്ക് ഈ 1 crore മൈനസ് ചെയ്ത് ഡിഡക്ഷൻ കുറച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പേയ്മെൻറ്റ് ആക്ച്വലായി ചെയ്തിരിക്കണം. അതായത് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഫീസ് ആക്ച്വലായിട്ട് നമ്മൾ പേ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പേയ്മെൻ്റ് ആണെങ്കിലും നമുക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സെക്ഷൻ 35A(b)(b) അല്ലേ, ആ റൂള് തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ, അപ്ലൈ ചെയ്യാം. അതായത് എന്താണ് ആ റൂളിൽ പറയുന്നത്, അതായത് സെക്ഷൻ 35A(b)(b)യിൽ പറയുന്ന റൂൾ എന്തായിരുന്നു, ഇപ്പം നമുക്കിപ്പോൾ എന്താണ്, ഇൻ കേസ് നമുക്ക് ഇത് ഓൾറെഡി ഡിഡക്ഷൻസ് കിട്ടി, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു റൂൾ പാലിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയ ഡിഡക്ഷൻ എന്ത് ചെയ്യും, അത് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, അത് വീണ്ടും ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വീണ്ടും ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് ഇത്രേ പറയുന്നുള്ളൂ, നമ്മൾ റൂള് പാലിക്കാതെ പോവാണെന്നുണ്ടെങ്കിൽ ഏർലിയറിൽ നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻ മിസ്റ്റേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അസസിങ് ഓഫീസർ ഇൻകം ആയിട്ട് നമുക്ക് നൽകിയിട്ടില്ല, മുമ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ആ ഡിഡക്ഷൻ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്ത് ടാക്സ് വീണ്ടും കളക്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കുറച്ച് കേസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന വർഷം മുതലാണ് ഡിഡക്ഷൻ കിട്ടുക. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്പെക്ട്രം ഫീസ് ഗവൺമെൻറ്റിന് കൊടുത്തു. പക്ഷേ നമ്മൾ ഏത് ഇയറിലാണ് ഇതിന് ഡിഡക്ഷൻ കിട്ടുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഇയർ തൊട്ടാണ് ഈ ഈക്വൽ ലൈസൻസ് പീരീഡിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഇനി ബിസിനസ് ഓൾറെഡി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്പെക്ട്രം ഫീസ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളത് എങ്കിൽ, അപ്പം എങ്ങനെയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക, ഏത് ഇയറിലാണ് കിട്ടുക, എപ്പോഴാണോ നമ്മൾ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ളത് ആ ഇയർ മുതൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാനൊരു 2017 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 2019 ഞാൻ എന്ത് ചെയ്തത്, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ഈ സ്പെക്ട്രം ഫീസ് പേ ചെയ്തത്. അപ്പോൾ എനിക്ക് ഏത് ഇയർ മുതലാണ് ഡിഡക്ഷൻ കിട്ടുക, 2019 മുതലാണ് ഡിഡക്ഷൻ കിട്ടുക.
ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കേസിൽ നോക്കി നോക്കാം. ഇനി ഞാനിപ്പോൾ 2017 ഞാൻ എന്ത് ചെയ്തു, സ്പെക്ട്രം ഫീസ് ഗവൺമെൻറ്റിന് കൊടുത്തു. പക്ഷേ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2020 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിഡക്ഷൻ എനിക്ക് എപ്പോഴാണ് കുറക്കാൻ പറ്റുക? 2020 മുതലാണ് ഡിഡക്ഷൻ കുറക്കാൻ പറ്റുക. ഓക്കെ, ദെൻ അപ്പം നമ്മൾ ഇനി അടുത്ത് നോക്കി നോക്കാം. അപ്പം നമ്മൾ ഇതുവരെ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഈ amortization of spectrum fees for purchase of spectrum. അല്ലേ, സ്പെക്ട്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന സ്പെക്ട്രം ഫീസ്, അത് നമുക്ക് സെക്ഷൻ 35 ABA പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്ന ഒരു കേസാണെന്ന് പഠിച്ചു. ദെൻ അടുത്ത നോക്കി നോക്കാം നമുക്ക്. amortization of telecom license fees, അല്ലേ, സെക്ഷൻ 35 ABB. എന്താ അവിടെ പറയുന്നത്? ടെലികോം ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ഈ ടെലികോം സർവീസ് നടത്തണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വാങ്ങണം. അപ്പോൾ അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഫീ ആണെന്ത്? ടെലികോം ലൈസൻസ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ടെലികോം കമ്പനികൾ ടെലികോം ലൈസൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻസ് വരുന്നത്? എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അതായത് ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ? ലോങ് ടേം ബെനഫിറ്റ് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത്, അല്ലേ? നമ്മളൊരു ഷോർട്ട് ടേം പീരീഡിലേക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയതിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. ഒരു ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാനുള്ള എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലാണ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവുക. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ പേയ്മെൻറ്റ് ആക്ച്വലി നമ്മൾ കൊടുത്തതായിരിക്കണം, അല്ലേ? പേയ്മെൻറ്റ് ആക്ച്വലി ഡൺ ടു ഒബ്റ്റെയിൻ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കാം. ഈ ഡിഡക്ഷൻ എങ്ങനെയാണ് കിട്ടുക? നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ ഈ ലൈസൻസ് എത്ര പീരീഡിലേക്കാണ് എന്ന് നോക്കുക. അപ്പോൾ ആ പീരീഡിന് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 20 ലക്ഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലൈസൻസിൻ്റെ കാലാവധി 5 ഇയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ഇയേഴ്സിലേക്ക് ഈ 20 ലക്ഷത്തിനെ ഡിവൈഡ് ചെയ്യും. അതായത് ഒരു വർഷം നമ്മൾ 4 ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കുറക്കാം. മാക്സിമം നമുക്ക് 4 ലക്ഷം വരെ കുറക്കാം, അല്ലെ? എങ്ങനെ 4 ലക്ഷം കിട്ടിയത്? 20 lakh ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഒരു വർഷം നമുക്ക് 4 lakh വരെ കുറക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കി നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഈ എക്സ്പെൻഡിച്ചറിന് ഡിപ്രീസിയേഷൻ്റെ അണ്ടറിൽ സെക്ഷൻ 32 നമുക്ക് കിട്ടൂല. അതായത് ഇപ്പം നമുക്ക് ലൈസൻസ് ഫീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഇതിന് ഡിഡക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ്റെ അണ്ടറിലുള്ള ഡിഡക്ഷൻ ഇതിന് കിട്ടുമോ? ഇല്ല, അല്ലേ? അതായത് എന്താണ്, നമ്മൾ സെക്ഷൻ 35 ABB പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 32 പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ഡിഡക്ഷൻ ഇതിന് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കാം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫിക് ബിസിനസ്, സെക്ഷൻ 35 AD, അല്ലേ? അതെന്താ പറയുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് ചില ഇമ്പോർട്ടൻ്റ് ബിസിനസ്സുകൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സ്പെഷ്യൽ ഡിഡക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അല്ലേ? ഏതൊക്കെയാണ് ആ ബിസിനസ്? അതായത് ചില ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സെക്ഷൻ 35 AD പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിന് മുഴുവനായിട്ടും ടാക്സ് കൊടുക്കണ്ട, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻ അവർക്ക് അനുവദനീയമാണ്. അപ്പം അങ്ങനെ എല്ലാ ബിസിനസ്സിനും അത് അനുവദനീയമാണോ? അല്ല, ചില ബിസിനസ്സിന് മാത്രം. അപ്പോൾ ഏതൊക്കെയാണ് ആ ബിസിനസ് എന്നാണ് താഴെ തന്നിട്ടുള്ളത്, അല്ലേ? ഏതൊക്കെയാണ് ആ ബിസിനസ് നോക്കി നോക്കാം. ഇവിടെ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ കോൾഡ് ചെയിൻ ഫെസിലിറ്റി, അല്ലേ? അതായത് ഇപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക, ഈ വെയർ ഹൗസ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, ഈ ഷുഗർ വെയർ ഹൗസ്, അല്ലേ? അങ്ങനെയുള്ള, അതായത് കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുക്കുന്ന
ബിസിനസ് അല്ലേ, അത് എനി പേഴ്സൺ അല്ലേ, അത് ഹൂ ഷുഡ് ഓൺ ബിസിനസ്, അങ്ങനെ കോൾഡ് ചെയിൻ ഫെസിലിറ്റി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് ഏത് അസസി ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് എനി പേഴ്സൺ ഇതുപോലെയുള്ള ഒരു ബിസിനസ് സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലേ. അതേപോലെ തന്നെ അടുത്ത് നോക്കി നോക്കൂ, സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് ആൻഡ് വെയർഹൗസിംഗ് ഫെസിലിറ്റി ഫോർ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു എന്ത്, ഈ ഒന്നാമത്തെ നമ്മുടെ കോൾഡ് ചെയിൻ ഫെസിലിറ്റി കൊടുക്കുന്ന ബിസിനസ്സിന് അതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തത് എന്താണ്, നമ്മുടെ ഈ വെയർ ഹൗസിങ് അല്ലേ, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അവരും സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്, നമ്മുടെ ഈ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ, അവർക്കും ഇതുപോലെയുള്ള ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. ഓക്കെ, അതായത് വെയർ ഹൗസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് അല്ലേ, അതായത് ഇപ്പോൾ ഗ്യാസ് ഓർ പെട്രോളിയം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പൈപ്പ് ലൈൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അത് ആ ബിസിനസ് ഓൺ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അതല്ല എങ്കിൽ ഇന്ത്യൻ കമ്പനീൻ്റെ കൺസോർട്ടിയം ആയിരിക്കണം, അത് ഗവൺമെൻറ് അതോറിറ്റി അല്ലെങ്കിൽ ബോർഡ്, കോർപ്പറേഷൻ ഇതിൻ്റെ അണ്ടറിലായിരിക്കണം അല്ലേ. അപ്പം അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൻ്റെ അപ്രൂവലുള്ള ഗ്യാസ് ഓർ പെട്രോളിയം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പൈപ്പ് ലൈൻ സിസ്റ്റം നിർമ്മിക്കുന്ന ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് കിട്ടും, സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. then അതുപോലെ തന്നെ ഈ 2 സ്റ്റാർ ഹോട്ടൽ അല്ലേ, അതായത് ഓക്കെ, നമ്മുടെ ഈ ഇന്ത്യയിലെ എവിടെ, അതായത് ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലേ, എവിടെ ഇരുന്നു ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹോട്ടൽ. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടൽ സെൻട്രൽ ഗവൺമെൻറ് ക്ലാസിഫിക്കേഷൻ പ്രകാരം മിനിമം 2 സ്റ്റാർ ഹോട്ടൽ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതും സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻ അവർക്ക് കിട്ടും. then അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതും സ്പെസിഫൈഡ് ബിസിനസ് ആണ്, അവർക്കും സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? അറ്റ്ലീസ്റ്റ് 100 ബെഡെങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ഡിഡക്ഷൻ കിട്ടുള്ളൂ. then അതുപോലെ തന്നെ അടുത്ത നോക്കാം, സ്ലം റീഡെവലപ്മെൻറ്റ് ഹൗസിംഗ് പ്രോജക്റ്റ് അല്ലേ, അതായത് ഈ സ്ലം റീഡെവലപ്മെൻറ്റ് സ്കീം പ്രകാരമുള്ള ഹൗസിംഗ് പ്രോജക്റ്റ് അത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമോ പ്രകാരം അപ്രൂവൽ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സിനും ഡിഡക്ഷൻ കിട്ടും. then അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്റ്റ് അല്ലേ, അതായത് അഫോർഡബിൾ ഹൗസിംഗ് സ്കീം പ്രകാരമുള്ള ഹൗസിംഗ് പ്രോജക്റ്റ് നിർമ്മിക്കുന്ന ബിസിനസ് ആണെങ്കിൽ അവരും ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്നവരാണ്, അവർക്കും സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. then അതുപോലെ തന്നെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ അല്ലേ, ഇന്ത്യയിലുള്ള ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ അണ്ടർ സെക്ഷൻ 35 AD പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ് കാറ്റഗറിയിൽ വരുന്നതാണ്, അവർക്കും എന്ത് കിട്ടും, ഈ ഒരു ഡിഡക്ഷൻ കിട്ടും. then അതുപോലെ തന്നെ ഇൻലാൻഡ് കണ്ടെയ്നർ ഡീപോർട്ട് കണ്ടെയ്നർ ഫോറിൻ സ്റ്റേഷൻ അല്ലേ, അതായത് ഇപ്പോൾ കസ്റ്റമർ ആക്ട് പ്രകാരം അപ്രൂവൽ ഓർ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻലാൻഡ് കണ്ടെയ്നർ, അതായത് കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഇത് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ അവർക്കും സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻസ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബീ കീപ്പിംഗ് ആൻഡ് ഹണി പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹണി പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബീസ് വാക്സ് പ്രൊഡക്ഷൻ അല്ലേ, അതായത് ബീ കീപ്പിംഗ് അല്ലേ, അതായത് തേനീച്ചകളെ വളർത്തുന്ന അങ്ങനെയൊക്കെയുള്ള ഹണി പ്രൊഡക്ഷൻ, തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് കിട്ടും, ഈ ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്, 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻ അനുവദനീയമായിട്ടുള്ള ബിസിനസ്സാണ്. then അതുപോലെ തന്നെ വെയർ ഹൗസ് ഫോർ ഷുഗർ സ്റ്റോറേജ്
അല്ലെ, ഷുഗർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെയർ ഹൗസ്, ഇതും ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. അണ്ടർ സെക്ഷൻ 35AD പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സെമി കണ്ടക്ടർ വാട്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ്, അല്ലേ, അതായത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് യൂണിറ്റ്, അതായത് ഒരു ബോർഡ് നോട്ടിഫൈഡ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അവരും സ്പെസിഫൈഡ് ബിസിനസിൻ്റെ കാറ്റഗറിയിൽ വരുന്നവരാണ്. അവർക്കും 35AD പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് റോഡ്, ബ്രിഡ്ജ്, പോർട്സ്, ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഓപ്പറേറ്റിംഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, ഗവൺമെൻറ് അതോറിറ്റി എന്താണ് അപ്രൂവ് ചെയ്തതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവരും സ്പെസിഫൈഡ് ബിസിനസിൻ്റെ അണ്ടറിൽ വരുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് താഴെ നിങ്ങൾക്കൊരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എന്താണ്, ഇപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ കൺട്രോൾഡ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകളും ഈ മീറ്റ്, ഡയറി പ്രൊഡക്ട്സുകളും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ അത് ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കുറച്ച് ഐറ്റംസുകളാണല്ലോ ഈ മീറ്റൊക്കെ അല്ലേ. അതായത് തണുപ്പിൽ സൂക്ഷിക്കേണ്ട ഐറ്റംസുകളാണ് അല്ലെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സുകൾ, മീറ്റ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഈ കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ പ്രോഡക്റ്റ് സ്പോയിൽ ആകാതെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ അതാണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആ ഒരു ടേബിളിൽ പഠിച്ചത് സെക്ഷൻ 35AD പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ്സിനാണ് എന്ത് കിട്ടുക, ഈ ഡിഡക്ഷൻ കിട്ടുക. എല്ലാ ബിസിനസ്സിനും അത് കിട്ടൂല. അപ്പോൾ ഏതൊക്കെയാണ് ആ ബിസിനസ്സുകൾ എന്നാണ് ഇതുവരെ നമ്മൾ നോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, എത്ര വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലേ. അതായത് എലിജിബിൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൊത്തം നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ബിസിനസ്സുകളിലേക്ക് നമ്മൾ എത്ര രൂപയാണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചിലവാക്കിയിട്ടുള്ളത് അത് 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ 100 ബെഡ് ഉള്ള ഒരു ഹോസ്പിറ്റൽ, അതിൻ്റെ ബിൽഡിംഗ് ആൻഡ് മെഷീനറി എക്സ്പെൻസസ് നമുക്കിപ്പോൾ ഒരു 5 കോടി വന്നു എന്ന് വിചാരിച്ചോ. ഈ 5 കോടിയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൻ്റെ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റുന്നതാണ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് കുറക്കാം, അതായത് ഇങ്ങനെ സ്ലോലി ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് ഇതുപോലെ ഈ സെക്ഷൻ 35AD പ്രകാരം കുറക്കാനുള്ള ക്വാളിഫൈ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് പ്ലാന്റിന് ചിലവാക്കിയിട്ടുള്ളതോ, മെഷീനറി, ബിൽഡിങ്, എക്യുപ്മെൻറ്റ്, ഇതിനൊക്കെ നമ്മൾ ചിലവാക്കിയിട്ടുള്ള വോളി എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കുറക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ്, പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇനി നമുക്ക് കുറക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്ഷൻ 35AD പ്രകാരം എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊന്നും കുറക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ലാൻഡിൻ്റെ കോസ്റ്റ് അല്ലേ, നമുക്കിപ്പോൾ ലാൻഡ് പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ഈ സ്പെസിഫൈഡ് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു. അപ്പം നമ്മൾ പറയുകയാണെന്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ബിസിനസ്സാണ്, അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഒരു 10 lakh കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഇത് ആ ഒരു സ്പെസിഫൈഡ് ബിസിനസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കൂ. ഇപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു. അതിനിപ്പോൾ ഒരു 12 ലക്ഷത്തിൻ്റെ ലാൻഡ് പർച്ചേസ് ചെയ്തു. ഈ 12 ലക്ഷം നമുക്ക് ഇതിന് കുറക്കാൻ പറ്റുമോ? ഇല്ല. ലാൻഡിൻ്റെ കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതൊരു മിഷനറി ആണെങ്കിൽ ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സെക്ഷൻ 35AD പ്രകാരം ഇതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ നമുക്ക് അത് ലെസ് ചെയ്യാവുന്നതായിരുന്നു. ദെൻ അപ്പോൾ ലാൻഡ് കോസ്റ്റ് കുറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഗുഡ്വില്ലിന് ഡിഡക്ഷൻ ഒന്നും കിട്ടൂല അല്ലേ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഷെയറുകൾ, ബോണ്ടുകൾ, ഇതിന് നമുക്ക് വന്ന എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടൂല. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാഷ് പേയ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഈ ക്യാഷ് പേയ്മെൻറ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് 10,000 മുകളിലാണെങ്കിൽ, അത് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് എങ്കിൽ 10,000 മുകളിലുള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെക്ഷൻ 35AD പ്രകാരം നമ്മളൊരു സ്പെസിഫൈഡ് ബിസിനസ്സിന് എന്തെങ്കിലും ചെലവുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, മണി, അതായത് നമ്മൾ ക്യാഷ് ആയിട്ടാണ് ഈ 10,000-ന് മുകളിലുള്ള എമൗണ്ട് കൊടുക്കുന്നത് എങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടൂല. നമ്മൾ ബാങ്ക് ത്രൂ വേണം ഈ ഈ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ബാങ്ക് ഡ്രാഫ്റ്റോ അക്കൗണ്ട് പേയി ചെക്കോ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴിയോ ആയിരിക്കണം നമ്മൾ ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് നോക്കി നോക്കാം, എക്സ്പെൻസസ് ബിഫോർ ബിസിനസ് സ്റ്റാർട്ട്. ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണ് നമുക്ക് ഇതുപോലെയുള്ള എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത് എങ്കിൽ, അല്ലേ, അതായത് ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സെക്ഷൻ 35AD പ്രകാരം ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറക്കാന്ന് പറഞ്ഞു. പക്ഷേ അത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന് മുന്നേ വന്നിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിഡക്ഷൻ കിട്ടുക? ആ ബിസിനസ് തുടങ്ങിയ ഇയർ എപ്പോഴാണോ ആ ഇയർ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ കിട്ടും, അല്ലേ? അപ്പോൾ അവിടെ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് ചെയ്യണം? ഈ ബിസിനസ്സിൻ്റെ ബുക്കിൽ, അതായത് അക്കൗണ്ട്സ് ബുക്കിൽ ഇത് ക്യാപിറ്റലൈസ് ഈ ഒരു ഫിക്സ്ഡ് അസറ്റ് എഴുതിയിരിക്കണം. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ എല്ലാ ബിസിനസ്സിനും ഇത് കിട്ടുമോ? സെക്ഷൻ 35ADയിൽ പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും ഡിഡക്ഷൻ കിട്ടുമോ? അവിടെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ 100 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. കോൾഡ് ചെയിൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ് ആണ്. 2 സ്റ്റാർ ഹോട്ടൽ സ്പെസിഫൈഡ് ബിസിനസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പൈപ്പ് ലൈൻ ഗ്യാസ് ഇതൊക്കെ ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ബിസിനസ്സിനും സെക്ഷൻ 35AD പ്രകാരം അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറക്കാൻ പറ്റുമോ? കുറച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് കുറക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് നോക്കി നോക്കൂ. ഒന്നാമത്തതാണ് ന്യൂ ബിസിനസ് ആയിരിക്കണം, അല്ലേ? അതായത് എക്സിസ്റ്റിംഗ് നിലവിലുള്ള ബിസിനസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതോ റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളതോ ആയിരിക്കരുത്. ഓക്കെ, ദെൻ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണ്. സെക്ഷൻ 35AD പ്രകാരം അതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. പക്ഷെ അത് ഓൾറെഡി ഉള്ള ബിസിനസ് ആണ്. ഞാൻ എന്ത് ചെയ്തു? ബിസിനസ് മീൻസ് ഹോസ്പിറ്റലാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അതൊന്ന് റീകൺസ്ട്രക്ട് ചെയ്തു, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്? സെക്ഷൻ 35AD പ്രകാരമുള്ള ഡിഡക്ഷൻ എനിക്ക് വേണം. കിട്ടൂല, അല്ലേ? അതായത് ഓൾഡ് ബിസിനസ് ഡിവൈഡ് ചെയ്ത് ന്യൂ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടൂല. നമ്മൾ ഡിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നേരത്തെ നമ്മൾ സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു ബിസിനസ്, അതിൻ്റെ ബിൽഡിംഗ് ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിന് മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത നോക്കി നോക്കുക. പുതിയ ബിസിനസ് ആണെന്ന് വിചാരിച്ചോ, അല്ലേ? അതായത് സെക്ഷൻ 35AD പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ് ആണ്, പുതിയ ബിസിനസ് ആണ്. പക്ഷെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് ഓൾഡ് മെഷീനറി ആണ്, അല്ലേ? അതായത് ബിസിനസ് അങ്ങനെ ഓൾഡ് മെഷീനറി നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല, അല്ലേ? അതായത് പ്രീവിയസ്ലി യൂസ്ഡ് മെഷീൻ മോസ്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്ത ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത നോക്കി നോക്കുക. ഇനി നമുക്ക് ഡിഡക്ഷൻ കിട്ടി, അതായത് ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്, അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഡിഡക്ഷൻ കിട്ടി. സെക്ഷൻ 35AD പ്രകാരം അതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നമുക്ക് ഡിഡക്ഷൻ കിട്ടി. ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പുതിയൊരു ബിസിനസ് ആണെങ്കിൽ, അതുപോലെ തന്നെ അതിലേക്ക് വന്ന മെഷീനറി പുതിയതാണെങ്കിൽ മാത്രമൊക്കെയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. നമുക്ക് ഡിഡക്ഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു അസറ്റ്, ഞാനിപ്പോൾ പുതിയൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. സ്പെസിഫൈഡ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് പുതിയൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്തു? ക്ലെയിം ചെയ്തു. സെക്ഷൻ 35AD പ്രകാരം എനിക്ക് അതിന് ഡിഡക്ഷൻ വേണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു. എനിക്കിപ്പോൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ഒരു 15 ലക്ഷമാണ്. ഓക്കെ, എനിക്കിപ്പോൾ ആ ഒരു സെക്ഷൻ 35AD പ്രകാരം ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആയതുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടുള്ള അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് എനിക്ക് ഇവിടെ കുറക്കാം, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഞാനത് എടുത്തു 10 ലക്ഷം. ബാക്കി ഇനി എത്ര ഉണ്ട് എനിക്ക് പ്രോഫിറ്റ്? 5 ലാക്ക്. ഇതിന് മാത്രം മതി എനിക്ക് ടാക്സ്. ഇനി ഈ 5 ലാക്കിൻ്റെ മുകളിലാണ് എനിക്ക് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ 10 ലക്ഷം എനിക്ക് ഓൾറെഡി ഞാൻ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അറ്റ്ലീസ്റ്റ് അത് 8 വർഷം വരെയെങ്കിലും അത് യൂസ് ചെയ്തിരിക്കണം.
8 വർഷത്തിന് മുന്നേ അത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലേ, വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തന്ന ഡിഡക്ഷൻ, നമുക്ക് ഓൾറെഡി അനുവദിച്ച ഡിഡക്ഷൻ എന്ത് ചെയ്യും, ഗവൺമെൻറ് അതങ്ങോട്ട് തിരിച്ചെടുക്കും. ഓക്കെ, അതായത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള അസറ്റ് ഒരു 8 ഇയേഴ്സ് സ്പെസിഫൈഡ് ബിസിനസ്സിന്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫൈഡ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ഇനി നമ്മൾ ഈ അസറ്റ് നമ്മൾ വേറൊരു പർപ്പസിന്, സ്പെസിഫൈഡ് ബിസിനസ്സിനല്ലാതെ നമ്മളിപ്പോൾ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യുക, എന്താ സംഭവിക്കുക, ഈ ഏർലിയർ ഡിഡക്ഷൻ, നമുക്ക് മുമ്പ് തന്നിട്ടുള്ള ആ ഒരു ഡിഡക്ഷൻ ഗവൺമെൻറ് വിഡ്രോ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യുക മാത്രമല്ല ചെയ്യുക, ആ തന്ന ഡിഡക്ഷൻ ഇൻകം ആയിട്ട് റീകാൽക്കുലേറ്റ് ചെയ്യും, അതിന് ടാക്സും കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതായത് പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്, അല്ലേ. അപ്പം അതായത് ഈ സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35 AD പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പം അതിനുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഡിഡക്ഷൻ നോക്കാം. എക്സ്പെൻഡിച്ചർ ബൈ വേ ഓഫ് പേയ്മെൻറ്റ് ടു അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ക്യാരിയിങ് ഔട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സെക്ഷൻ 35 CCA. എന്താണ് ഈ സെക്ഷനിൽ പറയുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, അല്ലേ, അതായത് നമ്മളെ ഗ്രാമപ്രദേശത്തെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടാക്സ് ഡിഡക്ഷൻസ് നൽകും. ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, അതിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അണ്ടർ സെക്ഷൻ 35 CCA പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ എല്ലാ ഫണ്ടിലേക്കും ഇതുപോലെ കോൺട്രിബ്യൂഷൻ ചെയ്താൽ ഡിഡക്ഷൻ കിട്ടുമോ? അതായത് ചില ഫണ്ടുകളുണ്ട്, ഏത് ഫണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്താലാണ് നമുക്ക് സെക്ഷൻ 35 CCA പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തതാണ് നമ്മുടെ നാഷണൽ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണിത്. ഇതിലേക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ 35 CCA പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. അതേപോലെ തന്നെ നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട്, അല്ലേ, ഇപ്പോൾ ഈ അർബൻ പോവർട്ടി ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഫണ്ട്, അല്ലേ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഈ അർബൻ പോവർട്ടി റിമൂവ് ചെയ്യാനുള്ള ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും, സെക്ഷൻ 35 CCA പ്രകാരമുള്ള ഡിഡക്ഷൻസ് കിട്ടും. ഇപ്പം നമ്മൾ ഇപ്പോൾ മുകളിൽ പറഞ്ഞ ഫണ്ടുകളിലേക്ക് നമ്മൾ പേ ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ടും നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിസ്റ്റർ എക്സ് ഒരു 50,000 ഈ റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ 50,000 രൂപയും അയാൾക്ക് അയാളുടെ പ്രോഫിറ്റിൽ നിന്ന് സെക്ഷൻ 35 CCA പ്രകാരം ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ലാഭത്തിന് അയാൾ എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. ദെൻ അടുത്തത് എന്താ പറയുന്നത്, amortization of certain preliminary expenditure, അല്ലേ, സെക്ഷൻ 35D റൂൾ 6AB. എന്താണ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് അതെന്തായാലും കുറച്ച് ഹെവി ആയിരിക്കും, അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കില്ലേ. ആ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചറിനെയാണ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അപ്പോൾ ആ പ്രിലിമിനറി എക്സ്പെൻഡിച്ചറിന് നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. അതായത് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. അതായത് ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ളതും അതുപോലെ തന്നെ റെസിഡൻറ്റ് നോൺ കമ്പനി ആയിട്ടുള്ള അസസിക്ക് മാത്രമാണ് എന്ത് കിട്ടുക, പ്രിലിമിനറി എക്സ്പെൻസസിന് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴാണ് ഇത് നമ്മൾ എങ്ങനെ എക്സ്പെൻഡിച്ചർ, ഏത് ഇയറിൽ എക്സ്പെൻഡിച്ചർ ചെയ്താലാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക പ്രിലിമിനറി എക്സ്പെൻസ്, നിലവിലുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷൻ സമയത്ത് നമുക്ക് എന്തുണ്ടായിരിക്കും, ബിസിനസ് ഇതുണ്ടായിരിക്കും, അല്ലേ. അതുപോലെ തന്നെ ഒരു ന്യൂ ബിസിനസ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്തും നമുക്ക് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ
അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഈ ക്വാളിഫയിങ് ഇപ്പോൾ ഏതൊക്കെ എക്സ്പെൻഡിച്ചർ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ആയിട്ട് കുറക്കാം? ഒന്നാമത്തതാണ് ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പറേഷൻ. അതായത് ഇപ്പോൾ ഈ ബിസിനസ് പോസിബിൾ ആണോ എന്ന് സ്റ്റഡി ചെയ്യാനുള്ള റിപ്പോർട്ട് അല്ലേ. അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, അതായത് ബിസിനസ് പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ് റിപ്പോർട്ട്. പിന്നെ മാർക്കറ്റ് സർവേ, മാർക്കറ്റ് ഡിമാൻഡ് സ്റ്റഡി, എഞ്ചിനീയറിംഗ് സർവീസ്. ഇപ്പം നമ്മൾ എഞ്ചിനീയേഴ്സിന് കൺസൾട്ടേഷൻ എക്സ്പെൻസസ് ഒക്കെ കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലീഗൽ എക്സ്പെൻഡിച്ചർ, ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാർജുകൾ വരും അല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഇത്രയും എക്സ്പെൻഡിച്ചറുകളാണ് നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കുറക്കാൻ പറ്റുക. ഇനി അതുപോലെ തന്നെ കമ്പനികൾ എക്സ്ട്രാ ക്വാളിഫയിങ് കമ്പനികൾക്കാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിക്കാണ് എന്നുണ്ടെങ്കിൽ ഇതിന് പുറമെ എക്സ്ട്രാ ക്വാളിഫയിങ് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ് എന്ന് പറഞ്ഞ് കുറക്കാൻ കഴിയുന്ന മറ്റ് എക്സ്പെൻഡിച്ചറുകളും ഉണ്ട്. അതെന്തൊക്കെയാണ്? നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഡ്രാഫ്റ്റിംഗ് ചാർജ് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് കമ്പനികൾക്ക് മാത്രമുള്ള ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് ചാർജ് പ്രിലിമിനറി എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞ് കുറക്കാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും പ്രിൻറ്റിംഗ് ചാർജസ്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഫീസ്, അതും പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഈ ഷെയറുകളും ഡിബെഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്യും പബ്ലിക്കിലേക്ക്. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ലേ? അതായത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കണം, ബ്രോക്കറേജ്, ടൈപ്പിംഗ്, പ്രിൻറ്റിംഗ് ചാർജ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രോസ്പെക്റ്റിംഗ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് ചാർജസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഷെയറുകളും ഡിബെഞ്ചറുകളൊക്കെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് കമ്പനിക്ക് മാത്രം ഉണ്ടാവുന്ന പ്രിലിമിനറി എക്സ്പെൻസസുകളാണിത് അല്ലേ. അതുപോലെ തന്നെ അതർ പ്രിസ്ക്രൈബ്ഡ് എക്സ്പെൻസസ്, നമ്മൾ റൂളിൽ പറയുന്ന ഈ കമ്പനിക്ക് അലൗബിൾ ആവുന്ന അതർ പ്രിസ്ക്രൈബ്ഡ് എക്സ്പെൻസസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ പ്രിലിമിനറി എക്സ്പെൻസ് അണ്ടറിൽ കുറക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ എത്ര നമുക്ക് കുറക്കാൻ പറ്റും? എത്ര എമൗണ്ട് നമുക്ക് കുറക്കാൻ പറ്റും? ക്വാളിഫയിങ് എമൗണ്ട് ഒരു നോൺ കമ്പനി അസസി ആണെങ്കിൽ അല്ലേ, അതായത് കമ്പനി അല്ലാത്ത ഒരു നോൺ കമ്പനി അസസി ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം കുറക്കാൻ പറ്റുന്ന എക്സ്പെൻസ് എത്രയാണ്? 5% അല്ലേ. അതായത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ പറയുക, അത് നമുക്കിപ്പോൾ ഈ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക പ്രൊജക്റ്റ് കോസ്റ്റ്, അതായത് ഈ പ്രൊജക്റ്റിന് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കുക. ദെൻ അതിന് ശേഷം എന്താ ക്യാപിറ്റൽ എംപ്ലോയിഡ്, എത്ര എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നമ്മുടെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ വിച്ച് എവർ ഈസ് ബെനഫിഷ്യൽ അല്ലേ, ഇതിൻ്റെ 5% നമുക്ക് ഏറ്റവും ബെനഫിഷ്യൽ ആവുന്നത് ഏതാണോ അതിൻ്റെ 5% നമ്മൾ എടുക്കാം. ഇതാണ് നമുക്ക് മാക്സിമം അലവബിൾ ആവുന്ന എക്സ്പെൻഡിച്ചർ മീൻസ് എന്താ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് ദെൻ അടുത്ത് നോക്കി നോക്കാം. ഈ ഡിഡക്ഷൻസ് നമുക്ക് ഒരുമിച്ച് കിട്ടുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇയർ. സ്റ്റാർട്ടിംഗ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് എന്നാണോ കമൻസ് ചെയ്തിട്ടുള്ള ഇയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിലവിലുള്ളൊരു ബിസിനസ് എക്സ്പാൻഷൻ നടത്തുകയാണെങ്കിൽ എന്നാണോ ആ ബിസിനസ് എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇയർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ പുതിയൊരു യൂണിറ്റ് പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാണോ ആ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഇയർ അല്ലേ. അതായത് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്നാണോ ആ കമൻസ് ചെയ്ത ഇയർ അത് തൊട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത ഇയർ തൊട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 lakh മൊത്തം നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. ഒരു ഇയറിൽ നമുക്കിപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 2019 വിചാരിക്കുക. അപ്പോൾ ഇതിന് വന്നിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസ് 5 lakh ആണ്. ഓക്കെ, അപ്പോൾ ഈ 2019 ഈ പ്രീവിയസ് ഇയറിൽ ഈ ബിസിനസ്സിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 lakh ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ 5 lakh നമുക്ക് ഈ ഇയർ മൊത്തത്തിൽ കുറക്കാൻ പറ്റുമോ? ഇല്ല, കുറക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ കുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഇതിനെ നമ്മൾ എന്താ ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഈ 5 lakh കുറക്കാൻ പറ്റുമോ?
മൊത്തത്തിൽ ഈ 5 lakh കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത് നമ്മളിവിടെ? ഇതിനെ ഈ മൊത്തം നമുക്ക് വർഷം വന്ന 5 lakh ആണ് പ്രിലിമിനറി എക്സ്പെൻസസ് അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 5 വർഷത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യാം അല്ലേ? അതായത് 5 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു വർഷം കുറക്കാൻ പറ്റുന്ന പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, അപ്പോൾ 1 lakh നമ്മൾ അങ്ങനെ അടുത്ത വർഷം 1 lakh അങ്ങനെ 5 വർഷത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇങ്ങനെയാണ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ കുറക്കാൻ പറ്റുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് നോക്കി നോക്കൂ. എക്സ്പെൻഡിച്ചർ ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമെർജർ അല്ലേ? അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യുക, കൂടിച്ചേരുക അല്ലെ? ഡീമെർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 2 കമ്പനികൾ ഒരു കമ്പനി 2 കമ്പനി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അമാൽഗമേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് അല്ലേ? അപ്പൊ ഇവിടെ ഇത് നമുക്ക് അമാൽഗമേഷൻ വഴിയോ ഡീമെർജർ വഴിയോ നമുക്ക് എക്സ്പെൻഡിച്ചർ ചെലവുകൾ ഉണ്ടാവാം. അത് നമുക്ക് എന്ത് ചെയ്യാം? കുറക്കാവുന്നതാണ്. സെക്ഷൻ 35DD പ്രകാരം നമുക്കത് ഡിഡക്ഷൻ കിട്ടും. ആർക്കാ ഡിഡക്ഷൻ കിട്ടുക? ഇന്ത്യൻ കമ്പനീസിന് മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുക അല്ലെ? അപ്പൊ നമ്മളിപ്പോ അമാൽഗമേഷന് വേണ്ടിയിട്ട്, അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 2 കമ്പനികൾ AB എന്ന് പറഞ്ഞ 2 കമ്പനികൾ ഉണ്ടെങ്കിൽ അവർ 2 പേരും കൂടെ കൂടിച്ചേർന്ന് AB കമ്പനി ഒറ്റ കമ്പനിയായി മാറി. അങ്ങനെയാകുമ്പോൾ അവർക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ലേ? അമാൽഗമേഷൻ നടത്താനുള്ള എക്സ്പെൻഡിച്ചർ അവർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഡിമെർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ A എന്ന് പറഞ്ഞ കമ്പനി എന്ത് ചെയ്യാണ്? അവർ Aയും Bയും അങ്ങനെ 2 കമ്പനി ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴും അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ലേ? ആ എക്സ്പെൻഡിച്ചർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാം അല്ലെ? അമാൽഗമേഷൻ ഡീമെർജർ പർപ്പസിനായിട്ട് വന്നിട്ടുള്ള വോളി ആൻഡ് എക്സ്ക്ലൂസീവ് എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സെക്ഷൻ 35DD പ്രകാരം നമുക്ക് കുറക്കാവുന്നതാണ്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് കുറക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 5 ഇയറിലേക്ക് 5 ഇയർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ദെൻ അതായത് എന്നാണോ അമാൽഗമേഷൻ നടന്നത് അല്ലെങ്കിൽ എന്നാണോ ഡീമെർജർ സ്റ്റാർട്ട് ചെയ്തത് അത് മുതൽ 5 ഇയേഴ്സിലേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി അമാൽഗമേഷൻ നടത്താൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയാണ് ചെലവ് വന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 10 ലക്ഷം എന്ത് ചെയ്യാം? കുറക്കാം. പക്ഷെ ഈ 10 ലക്ഷം ഒറ്റയടിക്ക് പ്രീവിയസ് ഇയറിൽ കുറക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇത് എന്ത് ചെയ്യണം? 5 വർഷത്തേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? 5 വർഷത്തേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എങ്ങനെ കിട്ടുക? എത്ര കിട്ടേണ്ടി വരും അല്ലെ? ഒരു വർഷം നമുക്ക് കുറക്കാൻ പറ്റുന്നത് 2 ലക്ഷമാണ് അല്ലെ? അങ്ങനെ 5 വർഷത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇതെങ്ങനെ കിട്ടുക? 10 lakh ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് ഒരു വർഷം മാക്സിമം കുറക്കാൻ പറ്റുന്നത് എത്രയാണ്? 2 lakh ആണ്. ഈ 2 lakh ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഇയറിൽ കുറക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് അങ്ങനെ 5 വർഷം നമുക്ക് 2 lakh കുറക്കാം. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട വേറെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സെക്ഷൻ 35D ഡിഡക്ഷൻ ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം എക്സ്പെൻഡിച്ചർ തന്നെ മറ്റൊരു ഡിഡക്ഷനിൽ വീണ്ടും കുറക്കാൻ കഴിയില്ല. ഓക്കെ, ദെൻ അടുത്ത ഡിഡക്ഷൻ നോക്കാം. അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അണ്ടർ ദി വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അല്ലേ? അതായത് ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം VRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പോൾ ഒരു എംപ്ലോയി സ്വമേധയാ അയാൾ റിട്ടയർമെന്റ് എടുക്കുകയാണ് അല്ലേ? അപ്പൊ കമ്പനി അതിന് എന്ത് കൊടുക്കും? കോമ്പൻസേഷൻ കൊടുക്കും അല്ലേ? ഇപ്പോൾ അങ്ങനെ അതായത് നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി സ്വമേധയാ മീൻസ് റിട്ടയർ ചെയ്യാണ്. അപ്പൊ അതിന് എന്ത് കൊടുക്കും കമ്പനി? റെമ്യൂണറേഷൻ അഥവാ കോമ്പൻസേഷൻ കൊടുക്കും അല്ലേ? അത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻഡിച്ചർ അല്ലേ? അതെന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും അല്ലേ? അതായത് VRS പേയ്മെന്റ് എക്സ്പെൻഡിച്ചർ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റും. എല്ലാതും ഒരുമിച്ച് കുറക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ VRS എടുത്തത് കൊണ്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഈ 25 lakh മൈനസ് ചെയ്യാം, ഡിഡക്ഷൻ നടത്താൻ പറ്റും അല്ലേ? ഓക്കെ, അതായത് അമോർട്ടൈസേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ അതായത് സെക്ഷൻ 35DDA പ്രകാരമുള്ള ഡിഡക്ഷൻ അയാൾക്ക് ബിസിനസ്സിന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മുഴുവൻ എമൗണ്ടും ഒറ്റയടിക്ക് എന്നാണോ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഈ കോമ്പൻസേഷൻ കൊടുത്തത്
അപ്പൊ ആ ഒരു പ്രീവിയസ് ഇയർലി 25 ലാക്ക് മുഴുവനായിട്ടും കുറക്കാൻ പറ്റും, അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ ഈ 25 ലാക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒരു വർഷം നമുക്ക് എത്ര കിട്ടും? 5 ലാക്ക് അല്ലെ. ഓരോ ഇയറിലും നമുക്ക് 25 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് 5 ലാക്ക് അല്ലേ കിട്ടുക. അപ്പൊ ഈ 5 ലാക്ക് വെച്ചിട്ട് മാക്സിമം നമുക്ക് ഒരു ഇയറിൽ 5 ലാക്ക് വെച്ചിട്ട് ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ 5 വർഷം വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഒരു ഫേം സെക്ഷൻ 35 DDA പ്രകാരമുള്ള ഡിഡക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം ഡിഡക്ഷൻ, സെയിം എക്സ്പെൻഡിച്ചറിന് മറ്റൊരു ഡിഡക്ഷൻ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ അതർ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പോർഷനും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കാൻ കഴിയുന്ന ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അതിൽ ഇനി അടുത്തൊരു കാറ്റഗറിയാണ് അതർ ഡിഡക്ഷൻസ്. പിന്നെ ഇതിൽ കുറച്ച് ജനറൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു പോർഷനും കൂടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ഒരുപാട് ഒരു 50ഓളം ഉണ്ട്. അത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഒരു പോയിന്റ് വൈസ് ഉണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. then അതിന് മുന്നേ ഉള്ള അതർ ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് നമുക്കിവിടെ എന്താ പറയുക, ഈ സെക്ഷൻ 36 ആണ് കേട്ടോ ഈ നമ്മുടെ അതർ ഡിഡക്ഷനെ കുറിച്ചിട്ട് പറയുന്നത്. സെക്ഷൻ 36 ബിസിനസ് ഓർ പ്രൊഫഷനായിട്ട് ചെയ്യുന്ന ചില സ്പെസിഫൈഡ് എക്സ്പെൻസസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഗവൺമെൻറ് പറയാണ് ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ജെനുവിൻ എക്സ്പെൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അതാണ് സെക്ഷൻ 36 പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ എന്താണ് അതർ ഡിഡക്ഷൻസിൽ വരുന്നത്, ആ സെക്ഷൻ 36 വരുന്ന കുറച്ച് ഡിഡക്ഷൻസ്? അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് സ്റ്റോക്സ് അല്ലേ. സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 1 വരുന്നത്. അതായത് ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് അല്ലേ, ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോർ ഇത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കും സ്വാഭാവികമായിട്ടും അല്ലേ. ഇപ്പോൾ ബിസിനസ് വിൽക്കുന്ന സ്റ്റോക്ക് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് അല്ലേ, അത് ആ ഇൻഷുറൻസ് നമുക്ക് ആ ഇൻഷുറൻസിന് നമ്മൾ പ്രീമിയം അടക്കാറുണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഓണർ അയാളുടെ സ്റ്റോക്കിന് വേണ്ടിയിട്ട്, അയാൾ വിൽക്കാനുള്ള സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഫയർ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അപ്പം അതിന് പ്രീമിയം ആയിട്ട് ഇപ്പോൾ അയാൾ ഒരു 20,000 ഒക്കെ അടക്കുന്നുണ്ടെങ്കിൽ ആ 20,000 അയാൾക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ ലഭിക്കും അല്ലേ. പക്ഷെ അവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നുണ്ട്, അതിന് ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം അല്ലേ. അതായത് അക്കൗണ്ടിങ് മെത്തേഡ് പ്രകാരം പേയബിൾ ആയാലും അലൗഡ് ആണ്. അതായത് ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ് ഇയാൾ യൂസ് ചെയ്യുന്നത് നോക്കണം. അക്രൂഡ് മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ പേ ചെയ്താലും പേ ചെയ്തില്ലെങ്കിലും അലൗഡ് ആണ്. ഓക്കെ, ദെൻ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് കാറ്റിൽ സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 1A. അതായത് നമ്മുടെ ഈ ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, അവർക്ക് അപ്ലിക്കബിൾ ആവുന്ന ഒരു സെക്ഷനാണിത്. നമ്മുടെ ഈ മിൽക്ക് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സിൻ്റെ കാറ്റിൽസിന് വേണ്ടിയിട്ട്, കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് എന്തെടുക്കും, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്താൽ അത് അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഡക്ഷനായിട്ട് കുറക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഡയറി സൊസൈറ്റിയുടെ കൗസിന് നമ്മൾ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഇൻഷൂർ ചെയ്തു, അപ്പോൾ അതിന് നമ്മൾ പ്രീമിയം അടക്കുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഡക്ഷൻ കിട്ടും. then അടുത്തത് നോക്കി നോക്കാം, ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് എംപ്ലോയീസ് സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 1B. ഇപ്പോൾ ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയീസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, ആ എംപ്ലോയിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് ഈ പ്രീമിയം പേ ചെയ്യുന്നതെങ്കിൽ അത് അലൗഡ് അല്ല. നമ്മളിവിടെ പേയ്മെൻറ്റ് ഓൺലൈൻ ട്രാൻസ്ഫർ മാത്രം അല്ലെങ്കിൽ എന്താണ് ചെക്ക് ട്രാൻസ്ഫർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇതിൻ്റെ പ്രീമിയം കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിന് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഈ ഇൻഷുറൻസ് നമ്മുടെ ജനറൽ ഇൻഷുറൻസ് സ്കീമിൻ്റെ അണ്ടറിലായിരിക്കണം. അതുപോലെ തന്നെ IRDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയും ആയിരിക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത്.
ഓക്കെ. ദെൻ ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി അവരുടെ എംപ്ലോയിയുടെ മെഡിസിൻ ക്ലെയിം പ്രീമിയം പേ ചെയ്തത് ഇപ്പോൾ ഒരു 1 lakh ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അത് ആ 1 lakh മൊത്തം അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സെക്ഷൻ 36 പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കൂ, ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ് അല്ലേ. ഇപ്പം എംപ്ലോയിക്ക് എന്ത് കൊടുക്കാം? ബോണസോ കമ്മീഷനൊക്കെ കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബോണസ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ടാവും, അതായത് പ്രോഫിറ്റ് ആണ് കൊടുക്കുന്നത് പക്ഷെ ബോണസ് എന്നുള്ള പേരിൽ കൊടുക്കും. പ്രോഫിറ്റ്, ഡിവിഡൻഡ് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബോണസ് കൊടുക്കരുത് അല്ലേ. പ്രോഫിറ്റ് കൊടുക്കുന്നതിന് പ്രോഫിറ്റ് ആണ് ആക്ച്വലി കൊടുക്കുന്നത്, പക്ഷെ ടാക്സിന്റെ കണ്ണിൽ നിന്ന് നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പ്രോഫിറ്റിന് പകരം ബോണസ് ആണ് കൊടുക്കുക എന്ന് പറയാം. അങ്ങനെ ചെയ്യരുത്. അതായത് എംപ്ലോയി സാലറി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ബോണസ് ഓർ കമ്മീഷന് ഡിഡക്ഷൻസ് കിട്ടും അല്ലേ. ദെൻ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില എംപ്ലോയീസിന് ഇപ്പോൾ ചില ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ബോണസ് ആയിട്ട് ഇപ്പോൾ ഒരു 50,000 രൂപ കൊടുത്തു എന്ന് വിചാരിച്ചോ, അത് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ദെൻ അടുത്തത് അതുപോലെ തന്നെ നോക്കി നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ അല്ലേ. നമ്മളിപ്പോൾ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കാറുണ്ട് അല്ലേ. നമുക്ക് പല രീതിയിൽ നമുക്ക് ക്യാഷ് റൈസ് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാം, ഈ ഷെയർ ഇഷ്യൂ ചെയ്യാം, ലോൺ എടുക്കാം, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം. ഇപ്പം നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ബിസിനസ് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അങ്ങനെ ഈ ബോറോവ്ഡ് ക്യാപിറ്റലിനെ, അതായത് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്താൻ വേണ്ടിയിട്ടോ നമ്മൾ എടുത്ത ബോറോവ്ഡ് ക്യാപിറ്റൽ ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഒരു ബിസിനസ്മാൻ അയാളുടെ പേഴ്സണൽ ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് അയാളുടെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പറ്റുമോ? ഇല്ല. അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അയാൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ ലോണിന് അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് സെക്ഷൻ 36 പ്രകാരം ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇനിയിപ്പോൾ ഈ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ അക്കൗണ്ടിങ് മെത്തേഡിനനുസരിച്ചാണ്. നമ്മളിപ്പോൾ അക്കൗണ്ടിങ് മെത്തേഡ് ക്യാഷ് ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്തെങ്കിൽ മാത്രമാണ് അതിനെന്ത് കിട്ടുള്ളൂ? അപ്രൂവൽ കിട്ടുള്ളൂ, മീൻസ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. നമ്മൾ അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പേ ചെയ്താലും പേ ചെയ്തില്ലെങ്കിലും ആ ഒരു ഇയറിലെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിഡക്ഷൻ കിട്ടും അല്ലേ. ദെൻ നമ്മളവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. ഓൺ ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലും ഉണ്ട്. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ലോൺ എടുക്കുന്നതും ഡിബെഞ്ചർ എടുക്കുന്നതും ഒക്കെ. ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതാണ്. ഇപ്പം ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ റൈസ് ചെയ്തു, അപ്പോൾ ആ ഷെയർ ഹോൾഡർക്ക് നമ്മളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഈ സെക്ഷൻ 36 പ്രകാരം കുറക്കാൻ പറ്റുമോ? ഇല്ല. ഓൺലി ഡെപ്റ്റ് ഫണ്ടുകൾക്ക് മുകളിൽ എടുത്ത ഇൻട്രസ്റ്റിന് ആ ഇൻട്രസ്റ്റ് മാത്രമാണ് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം ഇവിടെ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? നോർമൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടും, അതുപോലെ തന്നെ സർവീസ് ഫീസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ബോറോവ്ഡ് മണി, അതായത് മണി ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള ചാർജസ്, അതുപോലെ തന്നെ അൺയൂസ്ഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ചാർജസ്, ഇതൊക്കെ നമ്മൾ ഇൻട്രസ്റ്റിൽ ഇൻക്ലൂഡ് ആവും. ദെൻ അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്? ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കേസും കൂടെ വരുന്നുണ്ട്, ലോൺ ഫോർ അസറ്റ് പർച്ചേസ്. അപ്പം നമ്മൾ അസറ്റ് അക്വസിഷന് വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തു അല്ലേ. അപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡിഡക്ഷൻ ഇല്ല, അത് നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഷീൻ്റെ ലോണ് ബിഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻ കോസ്റ്റിലേക്ക്, അതായത് നമ്മൾ ബിഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? മെഷീൻ്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് മാത്രമാണ് അപ്ലിക്കബിൾ ആക്കുള്ളൂ. ഓക്കെ, then അടുത്ത് നോക്കി നോക്കാം, സീറോ കൂപ്പൺ ബോണ്ട് അല്ലേ. ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോണ്ട്. എന്താണ് ഈ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുമ്പോൾ? അതായത് നമ്മളിവിടെ ഇൻട്രസ്റ്റ്, നമ്മളൊരു ബോണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി ആയിട്ട് നമ്മൾ കൊടുക്കില്ല അല്ലേ. ഇതെന്താ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുമ്പോൾ? ഇപ്പോൾ ഒരു അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ ഷെയറിലോ ബോണ്ടിലോ ഒക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് എന്ത് കിട്ടും? ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ ഒക്കെ കിട്ടും. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഒരു കമ്പനി സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ലോ പ്രൈസിലായിരിക്കും, എന്നിട്ട് അത് മെച്യൂരിറ്റി പീരീഡിൽ ഹൈ എമൗണ്ട് നമുക്ക് പേ ചെയ്യും.
ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപക്ക് എന്ത് കൊടുത്തു, 100 രൂപക്ക് ഇവിടെ ഒരു ബോണ്ട് വിറ്റു. ഓക്കെ, പക്ഷെ അത് എന്താണ്, അതും ഒരു നമ്മളിപ്പോൾ ഒരു 110 രൂപയുടെ ബോണ്ട് 100 രൂപക്കാണ് കൊടുത്തത്, വിറ്റത് അല്ലേ, ഒരു എന്താണ് പബ്ലിക്കിന് വിറ്റത് 100 രൂപക്കാണ്. ദെൻ ആ ബോണ്ട് 5 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ 100 രൂപക്ക് വാങ്ങിയ ബോണ്ട് തിരിച്ച് ഈ പബ്ലിക്കിന് തിരിച്ചു കൊടുക്കുമ്പോൾ മെച്യൂരിറ്റി പീരീഡിന് ശേഷം തിരിച്ചു കൊടുക്കുന്നത് 150 രൂപക്ക് ആണെങ്കിൽ 50 രൂപ ആർക്ക് ലാഭമാണ്? ഈ വാങ്ങിയ ആൾക്ക് ലാഭമാണ് അല്ലേ. അതായത് നമ്മളിങ്ങനെ മാസാമാസം പീരിയോഡിക്കൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവസ്റ്റ് പ്രൈസിൽ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. ദെൻ മെച്യൂരിറ്റി പീരീഡിൽ ഹയർ എമൗണ്ട് ഈ കമ്പനി പേ ചെയ്യും. അപ്പം ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലെ, 150 മൈനസ് 100, ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ 50, ഇതാണ് എന്ത്, ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എന്താണ് ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തത് 80,000-നും മെച്യൂരിറ്റി വാല്യൂ 1 lakh ആണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ്? 20,000 അല്ലേ. അപ്പോൾ ഈ ബോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലൈഫ് മുഴുവനും, അതായത് നമ്മുടെ കൈവശമുള്ള മീൻസ് കമ്പനിയുടെ കൈവശം ബോണ്ട് നമ്മൾ ഒരാൾക്ക് ഇഷ്യൂ ചെയ്യുമല്ലോ, ആ ലൈഫ് മുഴുവനും പ്രോറാട്ട ബേസിസിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലേ. ഇപ്പോൾ ബോണ്ടിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോണ്ട് ഇഷ്യൂ ഡേറ്റ് മുതൽ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെയാണ് ആ ബോണ്ടിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കി നോക്കൂ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ സൂപ്പർ ആനുവേഷൻ ഫണ്ട് അല്ലേ. എംപ്ലോയിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ നടത്താം അല്ലേ. എംപ്ലോയിയും പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, കോൺട്രിബ്യൂഷൻ നടത്താറുണ്ട്. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡിഡക്ഷൻ കിട്ടും അല്ലേ. പക്ഷേ ഏത് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം, അപ്രൂവ്ഡ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം അല്ലേ. പിന്നെ ദെൻ ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് സെക്ഷൻ 43B റൂള് അപ്ലൈ ചെയ്തിരിക്കണം. അതെന്താണ്, ഡ്യൂ ഡേറ്റ് വരെ നമ്മൾ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ പേ ചെയ്തില്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടൂല അല്ലേ. ലേറ്റർ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇയറിലാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ദെൻ അതേപോലെ തന്നെ എംപ്ലോയർ എന്ത് ചെയ്യാണ്, പെൻഷൻ സ്കീം NPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യും, നമുക്ക് ഡിഡക്ഷൻ കിട്ടും. എത്ര വരെ ഡിഡക്ഷൻ കിട്ടും, ആ എംപ്ലോയിയുടെ സാലറിയുടെ 10% വരെ ഡിഡക്ഷൻ കിട്ടും. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഇൻക്ലൂഡ്സ് ഡിയർനെസ് അലവൻസ്, അതായത് ഡിയർനെസ് പേയും ഡിയർനെസ് അലവൻസും അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ അണ്ടറിലാണെങ്കിൽ അതും ബേസിക് സാലറിയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു എംപ്ലോയിയുടെ സാലറിയുടെ 10% വരെ എംപ്ലോയർ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഡിഡക്ഷൻ നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോൺട്രിബ്യൂഷൻ ടു ഗ്രാറ്റുവിറ്റി ഫണ്ട് അല്ലെ. എംപ്ലോയർ എന്ത് ചെയ്യാണ്, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, അതിന് ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും അല്ലെ. അതിനും 43B പ്രകാരം പേയ്മെന്റ് റൂൾ അപ്ലൈ ചെയ്യണം. then അതുപോലെ തന്നെ എന്താണ് നോക്കി നോക്കൂ, എംപ്ലോയി വെൽഫെയർ ഫണ്ട് കോൺട്രിബ്യൂഷൻ, അതായത് എന്താണ്, എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് PFO ESIO സൂപ്പർ ആനുവേഷൻ ഫണ്ടൊക്കെ ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, അത് എംപ്ലോയർ ഡ്യൂ ഡേറ്റിന് മുമ്പ് റെലവൻറ്റ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് PFO ESIO സൂപ്പർ ആനുവേഷൻ ഫണ്ടൊക്കെ എംപ്ലോയർ എന്ത് ചെയ്യാണ്, അത് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഈ ഫണ്ടിലേക്ക് എംപ്ലോയർ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ആ ടൈമിനുള്ളിൽ എംപ്ലോയർ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, അയാൾക്ക് എന്ത് കിട്ടൂല, ഡിഡക്ഷൻ കിട്ടൂല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കൂ, ഡിഡക്ഷൻ ഫോർ ഡെഡ് ഓർ പെർമനൻ്റ്ലി യൂസ്ലെസ് അനിമൽസ് അല്ലേ. അതായത് ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അനിമൽസ് അത് ഡെഡായി അല്ലെങ്കിൽ അത് യൂസ്ലെസ്, അത് പിന്നീട് ഇനി ആ ഒരു അനിമലിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ്, അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്, എങ്ങനെയാ നോക്കി നോക്കൂ. പർച്ചേസ്ഡ് കോസ്റ്റ്, അനിമൽ എത്ര രൂപക്കാണ് പർച്ചേസ് ചെയ്തത് നോക്കുക, മൈനസ് എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സെയിൽസ് അല്ലേ. അതായത് നമ്മൾ അത് വിറ്റതിന് ശേഷം നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണോ ആ ഒരു ഡിഫറൻസ് ആണ് എന്ത്, ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 50,000 രൂപയ്ക്ക് ഒരു ഹോഴ്സിനെ പർച്ചേസ് ചെയ്തു.
ദെൻ അത് അതിനെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത, മീൻസ് അതിനെക്കൊണ്ട് ഇനി ഒന്നിനും വയ്യ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ വിറ്റു. എത്ര രൂപക്കാണ് വിറ്റത്? 10,000-നാണ് വിറ്റത് എന്ന് വിചാരിക്കൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 50,000 മൈനസ് 10,000 എത്രയാണ്? 40,000. ഈ 40,000 നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡിഡക്ഷൻ കിട്ടും അല്ലേ? ദെൻ ബാഡ് ഡെബ്റ്റ്സ് അല്ലേ? അതെന്താണ് ഈ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ? റിക്കവർ ചെയ്യാത്ത കടം, ഡെപ്റ്റുകൾ അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഈ ഡെപ്റ്റ് ഇൻകം ആയിട്ട് ഏർലിയർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സിലെ ഇറിക്കവറബിൾ ആയിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ബാഡ് ഡെബ്റ്റ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതുപോലെ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ അല്ലേ? അതായത് ഡെപ്റ്റ്, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരാൾക്ക് കടത്തിന് സാധനങ്ങൾ വിറ്റു 1,00,000 രൂപക്ക്. ഓക്കെ, അത് ഞാൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പക്ഷെ ഇത് കിട്ടിയില്ല, അതിലിപ്പോൾ ഒരു 1 lakh നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്തു? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതി തള്ളി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബാഡ് ഡെപ്റ്റിനെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ ബിസിനസ് ഓർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഡെപ്റ്റ് ആയിരിക്കണം അല്ലേ? ദെൻ ഈ ബാങ്കിങ് മണി ലെൻഡിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിലോ അത് നമ്മൾ എന്താണ്? അതായത് ഇപ്പോൾ ലോൺ റിക്കവറി ഇല്ലെങ്കിൽ, ലോൺ റിക്കവറി ഇല്ലാത്ത പ്രിൻസിപ്പൾ ഓർ ഇൻട്രസ്റ്റ് ബോത്ത് ബാഡ് ഡെബ്റ്റ്സ് ആകാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഓക്കെ ദെൻ ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്, നമ്മുടെ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ അല്ലേ? അതായത് കമ്പനി അസസിക്ക് മാത്രം അപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ 36 പ്രകാരമുള്ള ഒരു ഡിഡക്ഷൻ ആണ് ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ഫാമിലി പ്ലാനിങ് അവയർനെസ്സിനോ അല്ലെങ്കിൽ പ്രൊമോഷണൽ എക്സ്പെൻസസ് ആയിട്ട് കുറച്ച് എമൗണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ആ ഒരു സെയിം ഇയറിൽ തന്നെ ഫുൾ ഡിഡക്ഷൻ നമുക്ക് കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മൊത്തം എമൗണ്ടിനെ 5 ഈക്വൽ ഇയേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ 5 lakh ഉണ്ട്. ദെൻ അപ്പോൾ ആ ഡിഡക്ഷൻ നമുക്ക് എന്താ? ഓരോ ഇയറിലും 1 lakh ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയറിലേക്ക് അൺഅബ്സോർബ്ഡ് ചെയ്യും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ് ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, നമ്മുടെ ടാക്സബിൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസിൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ STT പേ ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് അലൗഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ട്രേഡിംഗ് ബിസിനസ് STT പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ പോസിബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, അതായത് ഇപ്പോൾ ടാക്സബിൾ കമ്മ്യൂണിറ്റി ട്രാൻസാക്ഷൻസ് ഇൻകം ഇൻക്ലൂഡ് ആണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതർ ഡിഡക്ഷൻസിലെ സെക്ഷൻ 36 പ്രകാരമുള്ള ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ തിയറി ആയിട്ട് പഠിക്കണം. ഈ തിയറിയാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിലെ ജനറൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒരുപാടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ദെൻ ഈ തിയറി നിങ്ങൾ ബേസ് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ.